ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു വലിയ സൈസിലുള്ള പൈനാപ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്തൊരു പൈനാപ്പിളാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാടുള്ളതുകൊണ്ട് ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പം ഞാനൊരു 2-3 കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 കാന്താരി മുളകും ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ജ്യൂസിലേക്ക് ഒരു ചെറുനാരങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി ഞാനിപ്പോൾ പിഴിഞ്ഞ് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഐസ് ക്യൂബും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കാന്താരി മുളക് എടുക്കുമ്പോൾ കാന്താരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുരുമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ആ മധുരവും ഉപ്പും കൂടിയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ അടിച്ചെടുക്കുന്ന ടൈമിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഐസ് ക്യൂബിൽ കിടന്നിട്ട് തന്നെയാണ് നന്നായിട്ട് അടിഞ്ഞിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ടിരിക്കുന്ന ഒരു ജ്യൂസായിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഈ ലാസ്റ്റ് ടൈമിൽ ഈ അരിച്ചെടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ടൈമിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ട്രിപ്പും അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഇഞ്ചി എടുത്ത് മാറ്റി വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ജ്യൂസിലേക്ക് ഒരുപാട് ഏലക്കയുടെ ആവശ്യമൊന്നുമില്ല. 1-2 അത്രയും തന്നെ മതിയാവും. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഏലക്കയുടെ ഒരു കുത്തലായിരിക്കും. പിന്നെ ഒരുപാട് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാന്താരി മുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.